മുറിയിലേക്ക് വെച്ചോളൂ. വാ മോള് വാ. ലക്ഷ്മി, നമ്മുടെ മഞ്ചാടി മോള് നമ്മുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുക. കണ്ടില്ലേ നീ? നമുക്ക് കൈവിട്ടു പോയെന്ന് കരുതിയ നമ്മുടെ നിധിയാണവൾ. ലക്ഷ്മി, ഇനി നമ്മുടെ മോളെ എങ്ങും പോവില്ല. ഇനി ഇവളുടെ ഇഷ്ടങ്ങളെല്ലാം അച്ഛനായ ഞാൻ തന്നെ സാധിച്ചു കൊടുക്കും. നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ മഞ്ചാടി മോള് പഠിച്ചുയർന്ന നിലയിലെത്തും. അതിനുവേണ്ടി നിന്റെ അനുഗ്രഹം ഇനിയും നമ്മുടെ മോൾക്കുണ്ടാവണം. മോളെ, മോളെ ചീരു, മഞ്ചാടി മോളെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു. കുറച്ചുനേരം വിശ്രമിച്ചോട്ടെ. വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതും പറയുന്നതൊക്കെ അതിനുശേഷം മതി. ആദ്യം മോള് സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങി മനസ്സൊക്കൊന്ന് ശാന്തായിക്കോട്ടെ. ശരി അച്ഛാ, വാ മോള്. സ്വസ്ഥതയും ശാന്തതയും കിട്ടാൻ പറ്റിയൊരു സ്ഥലം. ഇപ്പൊ തന്നെ ഞാനും ചിരിച്ചേച്ചിയും ആ മുറിയിൽ വീർപ്പ് മുട്ടിയ കഴിയുന്ന. അതിനിടയിൽ മഞ്ചാടിക്ക് എങ്ങനെയാ അച്ഛാ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നേ? കൂടപ്പിറപ്പുകൾ 5 പേരും പണ്ട് ഒരുമിച്ച് കിടന്നുറങ്ങിയ മുറി കൂടിയല്ലേ ദേ അത്. ഒരുമയുണ്ടെന്നുണ്ടെങ്കിൽ ആ മുറി തന്നെ ഇപ്പോഴും 3 പേർക്കും ധാരാളാ. ഇനി നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ആ മുറിന്ന് മാറിത്തരാൻ ദയേ. അതുപോരെ? നീ മാറിയിട്ട് എവിടെ പോവാനാ? ദയക്കാണെങ്കിൽ പോവാനിപ്പോ ഒരു ഇടമെങ്കിലും ഉണ്ട്. അവൾ അങ്ങോട്ടേക്ക് പോയിക്കോളും. ഞാൻ ഇന്ന് തന്നെ ശബരി വിളിച്ച് പറയാം ദയ വന്ന് കൂട്ടിക്കൊണ്ടു പോവാൻ. അച്ഛൻ വെറുതെ ശബരിയേട്ടനെ വിളിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. എനിക്ക് പോണെന്ന് തോന്നുമ്പോ ഞാൻ പോയിക്കോളാം. വാ മഞ്ചാടി, നമുക്ക് മുറിയിലേക്ക് പോകാം. വാ.